ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി ചികിത്സയൊക്കെ കഴിഞ്ഞ് ആരോഗ്യവാനായി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്നും അദ്ദേഹം കേരളത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിയുടെ സഹോദരപുത്രൻ നടന്മാരായ മോഹൻലാൽ, വി.കെ. ശ്രീരാമൻ എന്നിവരുൾപ്പെടെ വാർത്താ സമ്മേളനം വഴിയും സോഷ്യൽ മീഡിയ വഴിയും സന്തോഷം പങ്കുവച്ചിട്ടുമുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ ആദ്യവാരം പാട്രിയറ്റ് ലണ്ടൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് കൂലി എന്ന സിനിമ ഇന്നലെ 5-ാം ദിവസമായ തിങ്കളാഴ്ച കേരള കളക്ഷനായി 77 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് പുറത്തു വന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 21,97 ലക്ഷം രൂപയാണ് 5 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 6-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 70 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 22.5 കോടിക്ക് മുകളിലാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസം കൊണ്ട് കർണാടകയിൽ 35,60 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 52,50 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 7 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തത്. 5 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 103 കോടി രൂപയാണ്. ഹിന്ദി മേഖല ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 31,75 ലക്ഷം ഉൾപ്പെടെ 244,55 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി ഈ സിനിമ 157,45 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 5 ദിവസം കൊണ്ട് 403 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 5-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി 18 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 6-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച 16 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ 6 ദിവസം കൊണ്ട് 420 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 440 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഹൃതിക് റോഷൻ, ജൂനിയർ എൻ.ടി.ആർ, കിയാര അദ്വാനി എന്നിവർ പ്രധാന താരങ്ങളായി അയാൻ മുഖർജി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14-ന് കൂലിക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ വാർ 2 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 13,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 5 ദിവസം കൊണ്ട് 1,78 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 5 ദിവസത്തെ ഈ സിനിമയുടെ കർണാടക കളക്ഷൻ 15,20 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷൻ 57,85 ലക്ഷം രൂപയുമാണ്. തമിഴ്നാട് കളക്ഷനായി 4,87 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 139,20 ലക്ഷം രൂപയും സ്വന്തമാക്കി ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 218,80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 63 കോടി രൂപയാണ്. 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 281,80 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 6-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 കോടി റേഞ്ചിലാണ്. നിലവിൽ സിനിമ 6 ദിവസം പിന്നിടുമ്പോൾ 295 കോടിക്ക് താഴെ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1-ന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സുമതി വളവ്. ഈ സിനിമ 18-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 22,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 18,42 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 18 ദിവസത്തെ കേരള കളക്ഷൻ. 19-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25,26 കോടി റേഞ്ചിലുമാണ്. ബിപിൻ കൃഷ്ണ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 8-ന് തിയേറ്ററിലെത്തിയ സാഹസം എന്ന മലയാള സിനിമ 11-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള കളക്ഷനായി 9,20,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. 11 ദിവസം കൊണ്ട് 2,29 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 12-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച 8 ലക്ഷം റേഞ്ചിൽ കേരള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,80 ലക്ഷം റേഞ്ചിലുമാണ്. കോമ്പാരെ ഫിലിംസിന്റെ ആനിമേഷൻ സിനിമയായ മഹാദാർ നരസിംഹ കേരളത്തിൽ 52 ലക്ഷം രൂപ 25 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. 25 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 254 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 25 ദിവസം കൊണ്ട് 270 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. സൂഫ്രംസോ എന്ന കന്നഡ സിനിമയുടെ മലയാളം പതിപ്പ് ഓഗസ്റ്റ് 1-നാണ് കേരളത്തിൽ റിലീസ് ചെയ്തത്. 18-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 8.5 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 18 ദിവസം കൊണ്ട് 7,22 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 4 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 107 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.